1 2 1 2 3 പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ അല്ല പൊന്നെ കൽബു വേദന. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊന്നും കാണുമ്പോഴോ വിഷമം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലമായിക്കോളും. ഇപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ വലിയ വിഷമം തോന്നാറില്ല. കാരണം കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കളിയാക്കല് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ അപ്പൊ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത ഒരു കളിയാക്കൽ എന്തുവാ? ശരിക്കും ജാസി എന്ന് പറയുന്നത്, ജാസിക്ക് ആണായിട്ടിരിക്കാനാണോ അത് പെണ്ണായിട്ടിരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അങ്ങനെ ഒരു ആൺ പെൺ എന്ന ഒരു ഇതിലല്ലാണ്ട് ഒരു മനുഷ്യനായി നിൽക്കാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഒരുപാട് റീൽസ് കാണുമ്പോൾ ഈ കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു കമന്റ് ആണ് അണ്ടിത്താത്ത എന്നൊരു കമന്റ്. അണ്ടിത്താത്ത അല്ലെങ്കിൽ കോൽക്കളി, കുണ്ടൻ, ചാന്തുപൊട്ട്, 9. ഇതിനൊരു അന്ത്യമില്ലേ? അപ്പൊ ദയവ് ചെയ്ത് എനിക്ക് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല കമന്റ് ഇടുക. ഇതൊക്കെ എന്നോട് പറയണ്ടേ? ഇടേണ്ട സ്ഥലത്ത് അപ്പൊ തന്നെ ഞാൻ ഇടില്ലേ? നിങ്ങൾ ഇടാതിരിക്കാം. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. സ്കിപ്പ് ചെയ്ത് പോവാ. ഇത് എന്തിനാണ് ഒരാളെ മനസ്സ് വേദനിപ്പിച്ച് നമുക്ക് ഒന്നും കിട്ടാനില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ചില കമന്റ് കാണുമ്പോൾ എനിക്ക് നല്ല റിപ്ലൈ കൊടുക്കണം തോന്നാണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആരും നീയോ? അല്ല അവൻ. ചേച്ചി, നമുക്കൊരു ഫൺ സെഗ്മെന്റിലോട്ട് പോയാലോ? നിങ്ങളുടെ ഒരു സാധനം വലുതാകും ചെറുതാകും, എന്ത്? എന്താ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കൂ. ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? സോറി, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. അല്ല, ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. ആര്? എന്റെ മനസ്സ്. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് മുമ്പിൽ തുറന്നു കാണിക്കണം. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് മുമ്പിൽ തുറന്നു കാണിക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണുന്നത് പറഞ്ഞ മോള് കാണിച്ചു? ഒരിക്കലും ഇല്ല. ഞങ്ങൾ പോകാതെ ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.